ഗുണ്ടാവിളയാട്ടങ്ങളെ അമർച്ച ചെയ്യാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിയാതെ വന്നിരിക്കുകയാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എംഎൽഎ. സംസ്ഥാനത്ത് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും വിമർശനം. കേരളത്തിലെ DGPയും ADGPമാരും SP-മാരുമൊക്കെ എവിടെ പോയെന്നാണ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. തൃശ്ശൂരൊക്കെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമാണ്. ഒരു ഗുണ്ട നേതാവ് പുറത്തിറങ്ങിയതിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ ഒരു പാർട്ടിക്കകത്ത് കാപ്പ കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള പങ്കെടുക്കുകയാണ്. എവിടെയാണ് പോലീസ്? അതാണ് ഞാൻ ചോദിച്ചത്. DGPയുടെ ജോലി എന്താണെന്നും ചെയ്യാതിരിക്കുന്നത്? ഈ നാട്ടിൽ DGPയും ADGPമാരും ഒന്നുമില്ലേ? SP-മാരില്ലേ? പോലീസില്ലേ? ഇവരെല്ലാം എവിടെ പോയിരിക്കുകയാണ്? ഇവരുടെ കൈകൾ ആരാണ് കെട്ടിയിരിക്കുന്നത്? ഈ ഗുണ്ടകളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് തലസ്ഥാന നഗരിയിൽ പോലും, ഭരണസ്ഥിരാ കേന്ദ്രമായ തലസ്ഥാന നഗരിയിൽ പോലും ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവസ്ഥയില്ല. അതിഗുരുതരമായ സാഹചര്യമാണെന്ന് കാണാൻ കഴിയും. ഓരോ സ്റ്റേഷൻ അതിർത്തിയിലുമുള്ള ഗുണ്ടകളെ നിയന്ത്രിക്കാനോ അവരെ നിലയ്ക്ക് നിർത്താനോ പോലീസ് സംവിധാനത്തിന് കഴിയാതെ വരുന്നത് അത് വലിയ തോതിലുള്ള തെറ്റായ ഒരു കാര്യമാണ്. ഗുണ്ടാ വിളയാട്ടങ്ങൾ കാരണം കേരളത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു. ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പോലീസ് സംവിധാനം കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചെന്നിത്തല പുഞ്ചയിൽ കൊയ്തിട്ട നെല്ല് എടുക്കാത്തതിൽ പ്രതിഷേധം. സംയുക്ത പാടശേഖര സമിതിയും കർഷകരും ചേർന്ന് കൃഷി ഓഫീസ് ഉപരോധിച്ചു. ഉദ്യോഗസ്ഥരും പാടശേഖര സമിതി ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നെല്ലെടുക്കാൻ തീരുമാനമായെങ്കിലും കിഴിവ് കൊടുക്കേണ്ടതിനാൽ കർഷകർ അസംതൃപ്തരാണ്. ചെന്നിത്തലയിലെ കർഷകരുടെ പ്രതിഷേധം. 9 ദിവസമായി പാടത്ത് കിടക്കുന്ന നെല്ലെടുക്കുക. 9 ദിവസമായി പാടത്ത് കിടക്കുന്ന നെല്ലെടുക്കുക. രണ്ടാഴ്ച മുമ്പ് കൊയ്ത നെല്ലാണ് പാടശേഖരത്തിൽ തന്നെ മൂടിയിട്ട് മഴ നനയാതെ കർഷകർ സൂക്ഷിക്കുന്നത്. 1 കിൻഡൽ നെല്ലെടുക്കുമ്പോൾ 15 കിലോ കിഴിവ് കൊടുക്കണമെന്ന മില്ലുടമകളുടെ പിടിവാശിയാണ് നെല്ല് സംഭരണം താളം തെറ്റാൻ കാരണം. 15 കിലോ കിഴിവും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ മോശം കിഴിവെന്ന് പറയുമ്പോൾ ഓടെ ഒരു 30 കിലോ കിഴിവ് വരും. അത് കർഷകന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയാണ്. ഇത് പാടി ഓഫീസറെ പല തവണ നമ്മൾ വിളിച്ച് സംസാരിച്ചതുമാണ്. പാടി ഓഫീസർ ചെന്നിത്തല കൃഷി ഓഫീസർ വന്നിട്ട് ഞങ്ങളെ പാടശേഖരത്തെ അറിയിക്കാതെ പോലും അവർ പോവുകയും ചെയ്തു. ഞങ്ങൾ 2, 3, 4 ദിവസം കൊണ്ട് ഈ പാടി ഓഫീസറെ വിളിക്കുന്നുണ്ട്. പാടി ഓഫീസർ പിന്നെ വരാമെന്നല്ല പറഞ്ഞിട്ട് ഇതുവരെ അണയ്ക്ക് വന്നിട്ടില്ല. ഇപ്പം ലോഡ് നെല്ല് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പോയി. 5 കിലോ കിഴിവിൽ 1 ലോഡ് നെല്ല് പോയി. അടുത്ത ദിവസം അവർ വരാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ വരത്തില്ല, അവർക്ക് 15 കിലോ വേണമെന്ന്. ഈ തരത്തിൽ 5 കിലോ 15ലേക്ക് കൊടുത്താൽ കർഷകൻ കൊടുത്തിട്ടൊരു കാര്യവും ഇല്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ല രീതി കർഷകർക്ക് ഒരു ദ്രോഹം ഉണ്ടാകത്തില്ല. സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഈ 1 കിൻഡൽ നെല്ല് കൊടുക്കുമ്പോൾ 68 കിലോ അരി സർക്കാരിന് കൊടുക്കണമെന്നാണ്. ആ വ്യവസ്ഥയിലാണ് സിവിൽ സപ്ലൈസിന് വേണ്ടിയിട്ട് ഈ മില്ലുകൾ നെല്ലെടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നെല്ല് ഈ ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞത് തന്നെ ശരി. കാരണം ഉഷ്ണം കൂടിയതുകൊണ്ട് നെല്ല് മങ്കായിപ്പോയി. അതാണ് ഈ വെയിറ്റ് കുറയാൻ കാരണം, തൂക്കം കുറയാൻ കാരണം. അപ്പോൾ ഈ 68 കിലോ എന്നുള്ളത് ഒരു 60 കിലോയോ വല്ലതും ആക്കി, അല്ല 50 കിലോയോ വല്ലതും ആക്കി കഴിഞ്ഞാൽ ഒരു പൈസ 1 കിലോ പോലും കിഴിവില്ലാതെ കർഷകരുടെ നെല്ലെടുക്കാൻ പിന്നെ സിവിൽ സപ്ലൈ മില്ലുകാർക്ക് തയ്യാറാകും. ഇതിപ്പോൾ മില്ലുകാർ തയ്യാറാകാത്തത് ഓരോ 1 കിൻഡൽ നെല്ല് കൊടുക്കുമ്പോഴും 68 കിലോ അരി വീതം സിവിൽ സപ്ലൈസിന് കൊടുക്കണം. ഈ നെല്ല് എടുത്തുകൊണ്ട് പോയാൽ 68 കിലോ കിട്ടത്തില്ല. അതാണ് അവർ ഈ കിഴിവ് കൂടുതൽ ചോദിക്കുന്നത്. കൊയ്ത നെല്ല് ദിവസങ്ങളായി പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. വേനൽ മഴയിൽ ഇത് നശിച്ചു പോകുമെന്നാണ് കർഷകരുടെ ആശങ്ക. ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെന്ന് കർഷകർ പറയുന്നു. കൂടുതൽ കിഴിവ് കൊടുത്ത് 5 കിലോ വരെ കിഴിവ് കൊടുത്ത് എടുത്ത് പോയ ആളുകളാണ്. ഇതേ പാടത്ത് 5 കിലോയ്ക്ക് എടുത്തു. എന്നിട്ട് ഇന്ന് പറയുന്നത് 15 വേണമെന്ന്. 15 കിലോ കിഴിവും കൊടുത്ത് കർഷകർ ഇതെങ്ങനെ മുതലാക്കും? ചുമട്ടുകൂലി, അതുപോലെ തന്നെ കൊയ്ത്തുകൂലി, ഇതെല്ലാം കർഷകർ അഡീഷണലായിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ കാലയളവിൽ കിട്ടിയ വിളവുമില്ല. കർഷകർ ആത്മഹത്യയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചെന്നിത്തല കൃഷിഭവന് മുന്നിൽ പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥർ പാടശേഖര സമിതി ഭാരവാഹികളുമായും കർഷകരുമായും ചർച്ച നടത്തി. തുടർന്ന് നല്ല നെല്ലിന് 8 കിലോയും പതിരുള്ള നെല്ലിന് 15 കിലോയും കിഴിവ് കൊടുത്ത് നെല്ല് സംഭരിക്കാൻ തീരുമാനമായി. എന്നാൽ ഈ തീരുമാനത്തിൽ പല കർഷകരും തൃപ്തരല്ല. മഴ മൂലം നഷ്ടം സംഭവിക്കുമെന്ന ഭീതിയിലാണ് പലരും ഇതിന് തയ്യാറായത്.
ഭാഗികമായി എന്നേ പറയാൻ പറ്റുള്ളൂ. കർഷകരെല്ലാവരും അതിനെ അനുകൂലിച്ചിട്ടല്ല, തൃപ്തരല്ല. ഭാഗികമായി കർഷകർ, കാരണം ഇപ്പോഴത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പം ഈ തീരുമാനം അംഗീകരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ഗവൺമെന്റും ഡിപ്പാർട്ട്മെന്റും വളരെ ലാഘബുദ്ധിയോടാണ് ഇത്. കാരണം കുട്ടനാട്ടിലെ കർഷകരെല്ലാം അവര് കൊയ്തെടുത്ത് കര കയറിപ്പോയി. അപ്പർ കുട്ടനാട്ടിലെ ഏതാണ്ട് കുറെ പഞ്ചായത്തുകൾ മാത്രമാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്നത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഗവൺമെന്റ് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അമിതമായ ചുമട്ടുകൂലി കൊടുത്ത് പാടശേഖരത്തിൽ നിന്ന് നെല്ല് കരയ്ക്കെത്തിച്ചവരുണ്ട്. പാട്ടത്തുക കൊടുക്കാൻ പോലും പലർക്കും പണമില്ല. കൊയ്ത്തുകൂലിയടക്കം വൻതുക മുടക്കിയിട്ടും നഷ്ടം മാത്രമാണ് കുട്ടനാട്ടിൽ പല കർഷകർക്കും. സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. ഈ സാഹചര്യത്തിൽ വ്യാഴാഴ്ച രാവിലെ 9:30 കോട്ടയം സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നെൽകർഷക സമരം സംഘടിപ്പിക്കുമെന്ന് നെൽകർഷക സംരക്ഷണ സമിതിയും അറിയിച്ചിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർക്കായി കോട്ടയം കളക്ടറേറ്റിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കളക്ടർ വി വിഘ്നേശ്വരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭൂമിയില്ലാത്ത 100 പേർക്കെങ്കിലും ഭൂമി കണ്ടെത്തി കൊടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ കളക്ടർ പറഞ്ഞു. വർഷങ്ങളായി തീർപ്പ് കൽപ്പിക്കാത്ത ഫയലുകളിൽ നടപടിയെടുക്കുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഭയന്ന് മാറി നിൽക്കരുതെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കോടതികളുടെ സ്റ്റേ പോലുള്ള നടപടികളില്ലാത്ത ലാൻഡ് ബോർഡിന് മുന്നിലുള്ള ഫയലുകളിൽ നടപടികളുമായി ഉദ്യോഗസ്ഥർ മുന്നോട്ടു പോകണമെന്നും കളക്ടർ പറഞ്ഞു. സോണൽ ലാൻഡ് ബോർഡിന്റെ കീഴിലുള്ള 6 ജില്ലകളിലെ ഉദ്യോഗസ്ഥർക്കാണ് തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. ചടങ്ങിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ സാം ക്ലീറ്റസ്, വി സന്തോഷ് കുമാർ, MS ജയൻ എന്നിവർ ക്ലാസ് നയിച്ചു. രാമങ്കരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് BJPക്ക് മേൽ ആരോപണം ഉന്നയിക്കുന്ന CPM നേതാക്കളുടെ നടപടിയിൽ പ്രതിഷേധവുമായി BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ. CPMന്റെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ച് CPIയിലേക്ക് പ്രവർത്തകർ പോകുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താതെ BJPയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നത് അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാമങ്കരിയിൽ CPMും കോൺഗ്രസും തമ്മിൽ കാലങ്ങളായി അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നതായും അവിശ്വാസ പ്രമേയത്തിലൂടെ അത് മറന്നീക്കി പുറത്തുവരികയാണുണ്ടായതെന്നും TK അരവിന്ദാക്ഷൻ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഇവർ ഒത്തുചേർന്നാണ് BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. LDF മുന്നണിയിലെ CPIയെ ഇല്ലാതാക്കാൻ CPM പരിശ്രമിക്കുകയാണ്. CPIയിലേക്ക് തങ്ങളുടെ പ്രവർത്തകർ പോകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താതെ ജാള്യത മറയ്ക്കാൻ BJPക്ക് മേൽ ആരോപണം ഉന്നയിക്കുകയാണ് CPM നേതാക്കൾ ചെയ്യുന്നതെന്നും അരവിന്ദാക്ഷൻ കുറ്റപ്പെടുത്തി. ഇരു മുന്നണികളിലെയും നേതാക്കന്മാരെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ധാരണ പ്രകാരമായിരുന്നു രാമങ്കരിയിലെ അവിശ്വാസ പ്രമേയമെന്നും അദ്ദേഹം ആരോപിച്ചു. ഡൽഹിയിൽ രൂപം കൊണ്ടിട്ടുള്ള ഇന്ത്യ സഖ്യം, കോൺഗ്രസും CPMും തമ്മിലുള്ള സഖ്യത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നത് രാമങ്കരി പഞ്ചായത്തിലാണ്. കഴിഞ്ഞ 3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലായി CPMും കോൺഗ്രസും തമ്മിൽ രാമങ്കരിയിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. കോൺഗ്രസിൻ്റെയും CPMിൻ്റെ നേതാക്കന്മാർ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ധാരണയിലാണ് അവിടെ അവിശ്വാസം. ആ അവിശ്വാസം വെച്ച് BJPക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം BJPക്ക് അവിടെ മെമ്പർമാരില്ലാത്തതുകൊണ്ട് ആര് ഭരിച്ചാലും ഏതായാലും ഇതെല്ലാം ആലിബാബയെ 41 കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അഴിമതിക്കാരാണ്. കോൺഗ്രസ് CPM എല്ലാം അഴിമതി കൂട്ടങ്ങളാണ്. അതുകൊണ്ട് BJPക്ക് അവിടെ മെമ്പർമാർ ഇല്ലാത്ത സ്ഥിതിക്ക് BJPക്ക് ഇതിൽ ബന്ധപ്പെട്ട കാര്യമില്ല. പക്ഷേ CPMന്റെ LC സെക്രട്ടറി ഔദ്യോഗികമായിട്ട് പതിക്കുന്നത് BJP ബന്ധം ആരോപിക്കുന്നു. CPMന്റെ LC സെക്രട്ടറിയെ സംബന്ധിച്ച് അദ്ദേഹം മുൻകാലങ്ങളിലെ രാമങ്കരിയിലെ രാഷ്ട്രീയം പഠിക്കാഞ്ഞിട്ടാണ്. ശരിക്കും രാമങ്കരിയിൽ CPMും BJPയും തമ്മിൽ കാലങ്ങളായി അഭിപ്രായ വ്യത്യാസവും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. അത് CPMും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത് പൊതുജനം അറിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് CPMന്റെ അണികൾ CPM വിട്ട് പോകുന്നു. ഇപ്പോൾ CPM വിട്ട് CPI പോയ ആളുകളും BJPയോട് അടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെ BJPയിലേക്ക് വരുത്താതിരിക്കാനുള്ള ഒരു ചെറിയ ഭീഷണി രീതിയിലുള്ള ഒരു പ്രസ്താവനയാണത്. CPMന്റെയും കോൺഗ്രസിന്റെയും കൂട്ടുകെട്ട് രാമങ്കരിയിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അസംതൃപ്തരായ CPM CPI പ്രവർത്തകരിൽ പലരും BJPയോട് അടുക്കുകയാണെന്നും അങ്ങനെ വരുന്നവരെ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കുമെന്നും TK അരവിന്ദാക്ഷൻ പറഞ്ഞു. ചൊവ്വാഴ്ച അവിശ്വാസ പ്രമേയം പാസായ ശേഷം CPIM രാമഗിരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് D സലീംകുമാർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാജേന്ദ്രകുമാറിന് BJPയുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു BJP ജില്ലാ വൈസ് പ്രസിഡന്റ്. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞു. ഒരു കുട്ടിക്ക് ദാരുണ അന്ത്യം.
ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട കാരണം വ്യക്തമല്ല. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. 3 വയസ്സുള്ള ആൺകുട്ടിയാണ് മരിച്ചത്. ഒരു കുട്ടിയടക്കം 11 പേർക്ക് പരിക്കുണ്ട്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഴപ്പള്ളി പഞ്ചായത്ത് പുതുച്ചേരിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. പഞ്ചായത്ത് വക സ്ഥലത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. നിലവിൽ സ്ഥലപരിമിതികളിൽ വീർപ്പുമുട്ടുന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണ് സമീപത്ത് തന്നെ പൂർത്തിയാകുന്ന പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത്. OP റൂം, നഴ്സ് സ്ക്രീനിംഗ് റൂം, രജിസ്ട്രേഷൻ ബ്ലോക്ക്, മുലകൂട്ടൽ മുറി, ഒബ്സർവേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, പരിശോധന മുറി, വാക്സിനേഷൻ റൂം, ലാബ് തുടങ്ങിയവയാണ് പുതിയ കെട്ടിടത്തിലുണ്ടാവുക. ഭിന്നശേഷിക്കാർക്കായി റാമ്പും പ്രത്യേക ശുചിമുറിയും ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന വിഹിതം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. 1 വർഷം മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും ഫണ്ട് ലഭിക്കുന്നതിലുണ്ടായ താമസം കാരണം ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് വാഴപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഷിൻ തലക്കുളം പറഞ്ഞു. അതേസമയം പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ രോഗികൾക്ക് മികച്ച സൗകര്യം ഒരുക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് നമ്മുടെ വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള PHC അതിപ്പം ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ പണികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നാൾക്ക് നാൾ ആളുകളുടെ വർധനവ്, രോഗികളുടെ വർധനവ് കണക്കിലെടുത്ത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നുള്ള സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ ആഗ്രഹപ്രകാരം നമ്മുടെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിരുന്നു. കാരണം ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം നമുക്ക് പണികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആളുകളുടെ ബാഹുല്യം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ പണി പൂർത്തീകരിക്കാനുള്ള നടപടികൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെയും പിന്തുണ ആ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ പല ഇപ്പം നമുക്കൊരു മെഡിക്കൽ ഓഫീസർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമാവും. ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി കൂടുതൽ ഡോക്ടർമാരെ, കാരണം ഒരു മെഡിക്കൽ ഓഫീസർ തീർച്ചയായിട്ടും ആ ഒരു 200 രോഗികളെ ഒരു മെഡിക്കൽ ഓഫീസർ മാത്രം നോക്കി പോകുന്നൊരു സാഹചര്യമാണ്. നിലവിൽ 5 മണി വരെയൊക്കെയാണ് ഇപ്പോൾ നീണ്ട ക്യൂ നമുക്ക് കാണുന്നത്. അപ്പം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്കൊരു വലിയൊരു പ്രയോജനമാണത്. ദിവസവും 300ഓളം രോഗികളാണ് ഇവിടെ ചികിത്സ തേടി എത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ പരിശോധനയ്ക്കുള്ളത്. മരുന്ന് വാങ്ങാനും ഡോക്ടറെ കാണാനും ആവശ്യമായ സൗകര്യങ്ങളൊന്നും നിലവിലില്ല. ഒരു ഡോക്ടർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള ഈ ആശുപത്രിയിൽ ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം പൂർത്തിയാകുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. ചങ്ങനാശ്ശേരി നഗരസഭ 4-ാം വാർഡിൽ ബൈപ്പാസ് റോഡരികിൽ നിർമ്മിച്ച സ്നേഹാരാമത്തിലെ ചെടികൾ പൂർണ്ണമായും വെട്ടിമാറ്റപ്പെട്ടു. റോഡ് ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായി മുനിസിപ്പൽ ജീവനക്കാർ തന്നെയാണ് ചെടികൾ വെട്ടിമാറ്റിയത്. വഴിയരികിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവായപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഇവിടെ സ്നേഹാരാമം സൃഷ്ടിച്ചത്. ചെടികൾ വച്ചുപിടിപ്പിച്ച് പ്രദേശം ഭംഗിയുള്ളതാക്കി മാറ്റി. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ NSS യൂണിറ്റ് അംഗങ്ങളായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു പൂന്തോട്ടം ഒരുക്കിയത്. പിന്നീട് ഇങ്ങോട്ട് മാർച്ച് മാസം വരെയും വിദ്യാർത്ഥികൾ പൂന്തോട്ടം പരിപാലിച്ചു പോന്നിരുന്നു. കുട്ടികൾ വേനലവധിക്ക് വീടുകളിൽ പോയപ്പോൾ പൂന്തോട്ടം ആരും ശ്രദ്ധിക്കാതെയായി. ചെടികൾക്കൊപ്പം ആരാമത്തിൽ മറ്റു പുല്ലുകളും വളർന്നു. എന്നാൽ കുട്ടികൾ ജൂണിൽ തിരിച്ചെത്തുമ്പോൾ പുല്ലുകൾ പറിച്ചു കളയാൻ തീരുമാനിച്ചിരുന്നതായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കെയാണ് മുനിസിപ്പൽ ജീവനക്കാർ റോഡ് ക്ലീൻ ചെയ്യുന്നതിനായി ബുധനാഴ്ച ആ ഭാഗത്തെത്തിയത്. അവരാകട്ടെ പുല്ലരിയുന്ന യന്ത്രം കൊണ്ടുവന്ന് ചെടികളും പുല്ലുകളും അപ്പാടെ മുറിച്ചു മാറ്റുകയും ചെയ്തു. ഇതിനു പകരമായി പുല്ല് പറിച്ചു മാറ്റിയിരുന്നെങ്കിൽ പൂന്തോട്ടം യാത്രക്കാർക്ക് കുളിർമയും ആനന്ദവും പകർന്ന് അവിടെ തന്നെ പരിലസിക്കുമായിരുന്നു. സനാതനം ധർമ്മ പാഠശാല കേരളവും സങ്കല്പ IAS ഭാരതം സംയുക്തമായി ഏകദിന വിദ്യാർത്ഥി ശിബിരം സംഘടിപ്പിച്ചു. വൈഭവം 2024 എന്ന പേരിലായിരുന്നു പരിപാടി. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദിന വിദ്യാർത്ഥി ശിബിരം സംഘടിപ്പിച്ചത്. നെടുമുടി നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ബുധനാഴ്ച രാവിലെ 9-ന് ആരംഭിച്ച ക്യാമ്പ് സനാതനം ധർമ്മ പാഠശാല അധ്യാപകൻ രാജേഷ് നാദാപുരം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിപ്പോ ഇത് 1-ാം തീയതി തുടങ്ങിയ ക്യാമ്പാണ്. പല ക്യാമ്പുകളും ചെയ്തിട്ട് കുട്ടികളോട് പറയും, നിങ്ങൾക്ക് എന്റെ കേരളം എന്ന വിഷയത്തെ കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കുവാൻ മൈക്കിലൂടെ ആരൊക്കെ റെഡിയായിട്ട് സംസാരിക്കാൻ വരും? ഇവിടെ ആരൊക്കെ വരും? ഇപ്പൊ പറഞ്ഞു കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ പലരും കൈവെക്കാൻ മടിയും. അപ്പൊ ഈ കൈവെക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണോ? നിങ്ങൾക്കറിയാം, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത്.
അപ്പൊ കേരളത്തെ കുറിച്ച് ഒരു മിനിറ്റ് പറയാൻ നിങ്ങൾക്ക് സമർത്ഥമായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ 100 പേര് ഇങ്ങനെ 200 കണ്ണുകളുമായിട്ട് നമ്മളിങ്ങനെ കുറിച്ചു നോക്കുകയാണോ എന്നൊക്കെ ധരിച്ചിട്ട് നമ്മുടെ കാലിൽ നിന്നൊരു വിറയൽ വരും, വയറ്റിൽ നിന്ന് ഒരു ചില പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ ഇതാണ് നമ്മളെ പിറകിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് IAS കാരനാകണമെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് എഴുന്നേറ്റ് നിന്ന് നട്ടൽ ഉയർത്തി ശിരസ്സുയർത്തി പറയാനുള്ള കാര്യങ്ങൾ ആരോടും പറയുവാനുള്ള ആർജവത്തിലെത്തുക. ഉദ്ഘാടന സമ്മേളനത്തിൽ KS യതീഷ് അധ്യക്ഷനായി. അനൂപ് വൈക്കം, സുരേഷ് നാദാപുരം, സങ്കൽപ്പ് IAS അക്കാദമി കോർഡിനേറ്റർ ഹരിഗോവിന്ദ്, പോലീസ് അക്കാദമി ട്രെയിനർ സൂര്യ വിനോദ്, പ്രദീപ് മാവേലിക്കര, PR ജയന്തി, പ്രസന്നൻ പ്രണവം, മജീഷ്യൻ മനു മങ്കൊമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചകഴിഞ്ഞ് സനാതനം ധർമ്മപാഠശാല കുടുംബങ്ങളുടെ മഹാകുടുംബ സംഗമവും നടന്നു. പ്രശസ്ത കവിയും വാഗ്മിയുമായിരുന്ന പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസന്റെ 88ാം ജന്മവാർഷിക ദിനം വിപുലമായി ആചരിക്കുന്നു. ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടിയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 കാര്യങ്ങളാണ് അന്ന് പ്രധാനമായിട്ടും അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ആദ്യത്തേത് സോമദാസൻ സാറിന്റെ ജന്മദിന സമ്മേളനം എന്നുള്ളതാണ്. അത് രാവിലെ 11 മണിക്കാണ്. അതിനു മുമ്പ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. എല്ലാ സമ്മേളനങ്ങളിലും പതിവായിട്ട് നടക്കുന്നത് പോലെ മലയാള വിദ്യാപീഠത്തിന്റെ പിന്നിൽ ആ മുറ്റത്ത് സോമദാസൻ സാറ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി കുടീരമുണ്ട്. ആ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയാണ് എല്ലാ പ്രോഗ്രാമുകളും ട്രസ്റ്റ് തുടങ്ങി വെക്കുന്നത്. ആ ധന്യ വ്യക്തിത്വത്തിന് മുമ്പിൽ നിറമനസ്സോടെ 2 ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ സ്മൃതിയിൽ മലയാള വിദ്യാപീഠം വരുന്ന മലയാള വിദ്യാപീഠം അത് സോമദാസൻ സാറ് വിരമിച്ചതിന് ശേഷം അദ്ദേഹം മലയാളം MA വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ട് പരിശീലനം നൽകിയിരുന്ന ഒരു വലിയ അക്കാദമിക് സ്ഥാപനമായിരുന്നു മലയാള വിദ്യാപീഠം. മെയ് 16 വ്യാഴാഴ്ച ചങ്ങനാശ്ശേരി പെരുന്ന മലയാള പീഠത്തിലാണ് ദിനാചരണ പരിപാടികൾ. രാവിലെ 11 ചേരുന്ന ജന്മദിന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ജെയിംസ് മണിമലയുടെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ. സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവായ പ്രശസ്ത കവി പ്രഭാവർമ്മയെ ചടങ്ങിൽ ആദരിക്കും. ഡോക്ടർ പ്രതിഭ രചിച്ച റിപ്പബ്ലിക് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ഇതേ വേദിയിൽ നടത്തും. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA, ഡോക്ടർ KN വിശ്വനാഥൻ നായർ, ഡോക്ടർ TN സുധാകരക്കുറുപ്പ്, അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് തുടങ്ങിയവർ സംസാരിക്കും. നദിയിൽ കുളിക്കുന്നതിനിടെ വിദ്യാർത്ഥിക്ക് നേർനായയുടെ കടിയേറ്റു. തലവടി പഞ്ചായത്ത് 11ാം വാർഡിൽ കൊത്തപ്പള്ളി പ്രമോദ് രേഷ്മ ദമ്പതികളുടെ മകൻ 9 വയസ്സുള്ള വിനായകനാണ് കടിയേറ്റത്. തലവടി മരങ്ങാട്ടുമടം കടവിൽ മാതാവിനും സഹോദരൻ വിഘ്നേശ്വരനുമൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് വിനായകന് നീർനായയുടെ കടിയേറ്റത്. കാലിലും ഏണിനുമാണ് നീർനായ കടിച്ചത്. വിനായക് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. മുമ്പ് പ്രമോദിനും രേഷ്മയ്ക്കും നീർനായയുടെ കടിയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തലവടിയിൽ നിരവധി ആളുകൾക്ക് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. എടത്തുവ സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയിറങ്ങി. 8ാം ഇടത്തിലെ തിരുക്കർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്തത് 10,000-കണക്കിന് വിശ്വാസികൾ. കൊടിയിറക്ക് തിരുനാൾ ദിനമായ മെയ് 14 ചൊവ്വാഴ്ച രാവിലെ 5:30 പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. 5:30, 7:30, 10 ഉച്ചകഴിഞ്ഞ് 2 വിശുദ്ധ കുർബാന അർപ്പിച്ചു. വൈകുന്നേരം 4 കുരിശടിയിലേക്ക് പ്രദക്ഷിണം ആരംഭിച്ചു. പ്രദക്ഷിണം തിരിച്ച് പള്ളിയിലെത്തിയപ്പോൾ ഈ വർഷത്തെ തിരുനാളിന് സമാപനം കുറിച്ച് കൊടിയിറങ്ങി. രാത്രി 9:30 പുണ്യാളന്റെ തിരുസ്വരൂപം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇടവമാസം 1 ബുധനാഴ്ച 30,000 കളഭവും ഉദയാസ്തമന പൂജയും നടത്തി. രാവിലെ 7 ആനപ്പുറത്തായിരുന്നു പ്രഭാത ശ്രീബലി. രാവിലെ 9 പന്തീരടി പൂജയെ തുടർന്ന് ശ്രീഭൂതബലി, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം, രാത്രി പ്രദക്ഷിണങ്ങളോടുകൂടി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. രാവിലെ 9 മുതൽ ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിൽ കയറി ദർശനം നടത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു.
നൂറുകണക്കിന് ഭക്തരാണ് 30,000 കളഭച്ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. കൊടിമര ചുവട്ടിലെത്തി തൊഴുത് വഴിപാടുകൾ സമർപ്പിച്ച് തെക്കേനടയിൽ നിന്ന് പ്രസാദം വാങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. മല്ലപ്പള്ളി കെൽട്രോൺ നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിന്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0469 2961 525 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട കുന്നന്താനം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 10 ദിവസത്തെ സൗജന്യ ഫാസ്റ്റ് ഫുഡ് നിർമ്മാണ പരിശീലനം ആരംഭിക്കുന്നു. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് തുടങ്ങി വിവിധ ഇനം രുചിയിനങ്ങൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 22-ന് ക്ലാസ് ആരംഭിക്കും. 18 മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് 7994495 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി കരാർ അടിസ്ഥാനത്തിൽ ലോക്കൽ റിസോഴ്സ് പേഴ്സണെ നിയമിക്കുന്നു. ഹരിപ്പാട് ബ്ലോക്കിലെ ആലപ്പി FPC, ആലപ്പുഴ ബ്ലോക്കിലെ വാട്ടർ ലോക്ഡ് FPC എന്നിവയുടെ നിലവിലുള്ള ഓരോ ഒഴിവുകളിലേക്കാണ് നിയമനം. പ്രതിമാസം 12,000 രൂപയും 4,000 രൂപ യാത്രാബത്തയും ലഭിക്കും. ഉയർന്ന പ്രായപരിധി 45 വയസ്സ്. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡാറ്റയുമായി കളർകോട് പ്രവർത്തിക്കുന്ന ആത്മ പ്രോജക്ട് ഡയറക്ടറുടെ ഓഫീസിൽ മെയ് 22-ന് രാവിലെ 10:30-ന് ഹാജരാകണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം, മാതൃഭാഷ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യം എന്നിവയ്ക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0477 2962 961 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6,700 രൂപ, പവന് 53,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.